റീചാർജൊന്നും ആയിട്ടില്ല. എപ്പോ ആവുമെന്നും അറിയില്ല. ഡോക്ടറൊന്നും പറഞ്ഞിട്ടും കാണുന്നില്ല. ഇനി ഇന്നാവൊന്നുമില്ല. ഇന്നാവൂലായിരിക്കും. എന്നാ പിന്നെ വൈകുന്നേരം ഞാൻ അങ്ങോട്ടേക്ക് വെച്ച് പിടിക്കുവേ. എന്തിനാ ഈ വരുന്നേ? ഛെ, എന്തൊരു അവസ്ഥയാണ് എനിക്കിത്. എന്തിനാ ഇങ്ങ് വരുന്നത്? അതൊന്നും എനിക്ക് അറിയില്ല എന്തിനാ വരുന്നത്. ഇന്നലത്തെ നീ കുളിച്ചിട്ട് പോയതിന്റെ ക്ഷീണം ഇനിയും മാറിയില്ല. അങ്ങനെ പറയല്ല. ഇന്ന് നമുക്ക് കുളിക്കൊന്നും വേണ്ട. ഇന്ന് വരണ്ട. ഇങ്ങനെ പറയല്ലടി മോളെ. നീ ഇന്നലെ പോകുമ്പോ ആരെയും കണ്ടില്ല? ഞാൻ ഇന്നലെ പോകുമ്പോ ഇല്ല, അങ്ങനെ ആരും കണ്ടിട്ടൊന്നുമില്ല. എന്തേ? ഇന്ന് രണ്ട് സിസ്റ്റർമാര് തമ്മിൽ അന്യം നോക്കി അപ്പോഴൊക്കെ ചിരിച്ചോണ്ട് പോകുന്നുണ്ട്. എന്തോ എനിക്കൊരു സംശയം. അങ്ങനെയൊന്നുമില്ല, അന്നെ ആരും കണ്ടിട്ടൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ല, മിഞ്ഞാന്ന് ഒരു സിസ്റ്റർ കണ്ടിന്. അവളൊരു ജസ്റ്റ് എന്നെ നോക്കിയിട്ടൊന്ന് ചിരിച്ചതന്നേ ഉള്ളൂ. അത് വെറുതെ മറ്റേ സിസ്റ്ററോട് പറഞ്ഞിട്ടുണ്ടാവും എല്ലാം കൊളാക്കുന്നു. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അവര് വെറുതെ നിന്നെ കണ്ടതിലൊന്ന് ചിരിച്ചായിരിക്കും. അതെന്താ അങ്ങനെ? അവരെ ഒരു ഇങ്ങനെ ഒരു നോട്ടവും ഇതെല്ലാം കാണുമ്പോ എനിക്കൊരു സംശയം. അതൊന്നും ഇല്ലടി, അതൊന്നും എനിക്ക് അങ്ങനെ തോന്നിയതായിരിക്കും. തോന്നിയതാണ് നല്ലത്. അങ്ങനെയായിരിക്കും. നീ അവരെ കാണുമ്പോ കുറച്ചും കൂടി നല്ല ലോകിയം കാണിച്ചോ? ലോകിയൊക്കെ ഓർമ്മയില്ല. പക്ഷെ അവര് സംശയിക്കുന്നുണ്ടെ പിന്നെ എനിക്ക് എന്തോ നാണക്കേട്. എന്ത് നാണക്കേട്? അതൊക്കെ വെറുതെ തോന്നിയതാ. അതുകൊണ്ട് ഏതായാലും വരണ്ട. ഇന്നും കൂടി വരാന്ന്. എനിക്ക് എന്തോ ഒരു സംശയോ. അല്ല, അങ്ങനെ സംശയം വരെ ശരിക്കും നിന്നോട് അവരൊക്കെ ചോദിച്ചിട്ടൊന്നുമില്ല. അങ്ങനെ ഒരു അറ്റൻ ട്രെയിനിൽ കൂടി പോകുമ്പോ നോക്കിയിട്ട് ഒരു ചിരിയും പിന്നെ എന്തോ ഒരു സംശയമുള്ള പോലെ തന്നെ. അത് നിനക്ക് തോന്നിയായിരിക്കും. അവൻ നോക്കുമ്പോ മോശമില്ലാതൊരു നല്ലൊരു പീസ്. ഒന്ന് നീ ചിരിച്ചാൽ ഓനൊരു സുഖം കിട്ടി കാണും. അതിന് വേണ്ടിയായിരിക്കും ഓന്ന് ചിരിച്ചിട്ടുണ്ടാവുക. നിന്റെ മനസ്സിൽ ഇത്ര നാളും അങ്ങനെയില്ലല്ലോ. ഇത്ര നാളും അവൻ നിന്നെ കണ്ടിട്ടുണ്ടാവില്ലല്ലോ. അപ്പൊ അവന് ചിരിച്ച് അവനൊരു സുഖം കിട്ടി. അപ്പൊ നിന്റെ മനസ്സിൽ ഈ ഒരു സംഭവം ഉള്ളതുകൊണ്ട് നീ വിചാരിച്ച് ഇതറിഞ്ഞിട്ടോ ചിരിക്കുന്ന അവിടെ. അങ്ങനെയൊക്കെ ശ്രദ്ധിക്കാനുണ്ട് ഇവർക്ക് സമയം. നമുക്ക് ഒരാളെ കണ്ട മനസ്സിലാവൂലേ ചിരിക്കുന്നു. നീ എല്ലാം കൂടി പറഞ്ഞു എന്നെയും കൂടി സംശയത്തിലാക്കുവോ? നീ എന്നെ നാണം കെടുത്താണ്ടെന്നാ മതി. അപ്പൊ ഇന്ന് വരണ്ടെന്നാ നീ പറയുന്നു? അപ്പൊ ഇന്ന് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു, ഇന്നും കൂടി ഡിസ്ചാർജ് ആവല്ലേ. എനിക്കത് പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാനവിടുന്ന് കഷ്ടപ്പെടുന്നു. അത് സാരമില്ല, ഒരു ദിവസത്തെ ഹോസ്പിറ്റലിൽ ബില്ല് ഞാൻ കൊടുത്തോളാം. എന്തിനു വെറുതെ വന്നിട്ടാ? ഇത്രയും സൗകര്യം വേറെ കിട്ടൂലല്ലോ. എനിക്ക് രാത്രി വന്നിട്ട് രാവിലെ ഇങ്ങ് പോവുകൊണ്ട് മച്ചക്ക്. നീ പോണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ നിൽക്കുമല്ലോ. അത് വേണ്ട, തീരെ വേണ്ട. എനിക്കിപ്പം പുറത്തിറങ്ങാൻ തന്നെ നാണക്കേടാ. അയ്യേ, നീ ഇങ്ങനെയായാലോ? അത് വെറും സംശയമാണി. സിസ്റ്റർമാരില്ല ഇങ്ങനെ ഒരു ജീവിക്കുന്ന എന്നെ പറ്റിയിട്ടാണ്. അവരെന്തെങ്കിലും തമാശയെല്ലാം പറഞ്ഞു പോകുമ്പോ ജസ്റ്റ് എന്നെ കണ്ട് ഒന്ന് ചിരിച്ച് അത്രേ ഉണ്ടാവുള്ളൂ. അല്ലേ അവര് ചിലപ്പോ നിന്റെ എന്താ പറയണ്ടേ, നിന്റെ വലിയ ആൾക്കാരാ അവര്. എനിക്ക് പരിചയമുണ്ടാ? എനിക്ക് പരിചയമുണ്ടായിട്ടില്ല. നിന്റെ സൈസും ബാക്കും മുമ്പൊക്കെ കണ്ടാൽ അവർക്ക് തോന്നിക്കണം ഇത് ഏതെന്തൊരു ഉരുപ്പടിയിടാം. അവരാകപ്പാടെ കാണാമല്ലോ. പെണ്ണുങ്ങളെ അവർക്കില്ലേന്ന് പറഞ്ഞില്ല, അതൊക്കെ മെലിഞ്ഞ ആൾക്കാരല്ലേ. ഇത് പെണ്ണുങ്ങൾക്ക് തന്നെ നിന്നെ കാണുമ്പോ അസൂയ തോന്നും. അതുകൊണ്ടായി എനിക്കെന്തിനാ നിന്നെ കാണുമ്പോ അസൂയ? സെയിം ആൾക്കാരെ കാണുമ്പോഴല്ലേ അസൂയ തോന്നും. അതായിരിക്കും കേട്ടോ. ചിലപ്പോ അവർ നോക്കി ചിരിച്ചിട്ടുണ്ടാവും, എന്റെ മോൻ ഇതെന്ത് സാധനം, നമുക്കൊന്നും ഇങ്ങനെയൊന്നും ഇല്ലല്ലോ. 2 ദിവസമായിട്ട് കാണുന്നു. 2 ദിവസമായിട്ട് അവരെന്നെ കാണുന്നു. വന്നു പോയ മുതലാണ് അവരിങ്ങനെ ചിരിച്ച് പറയുന്നത്. അത് എനിക്ക് തോന്നിയൊരു സംശയം മാത്രമായിരിക്കൂലേ? അതങ്ങനെ ആയിരിക്കും. സംശയമായിരിക്കും നിന്റെ, വേറെ എന്ത്? അതുകൊണ്ട് അതൊന്നും നോക്കിയിട്ട് നമ്മൾ നമ്മുടെ സമയം കളയണ്ട. ഞാൻ ഇന്ന് ഓടി അങ്ങോട്ട് വരാം. പിന്നെ ഒരു കാര്യം, അന്ന് ചോദിച്ച ഗീതൂല്ലേ, അന്ന് ഞാൻ കഥ പറഞ്ഞേ എന്നോട്. കഥ പറഞ്ഞേ? നമ്മളൊരുമിച്ച് പഠിച്ചേ എനിക്കിട്ട് പണിത്തെ സാധനം പറ. അവളിന്ന് അമ്മേനെ കാണാൻ വന്നി.
അതെയാ, അത് പറയാ. അത് അതാണ് ഇത്ര വലിയ കാര്യം. വന്ന മാത്രല്ല പറ. നീ പറ. എന്നിട്ടേ അവളെ കാര്യം ഇങ്ങനെ പറഞ്ഞു എന്നോട്. എന്ത് കാര്യം അന്ന് പറഞ്ഞ തന്നെ? അല്ല, ഇപ്പം കല്യാണം കഴിച്ചോന്നില്ലേ, റൂം എന്ന് പറയണ്ടേ, നിങ്ങളെ ഓരോ സ്ഥലത്തും പറഞ്ഞേക്കണ പണി ഇപ്പൊ. ഓരോ സ്ഥലത്തും പറഞ്ഞേക്കാൻ എന്തിന്? എന്തിനാന്ന് എനിക്കറിയില്ല. ഇല്ല. ഓന്റെ ഫ്രണ്ടിന്റെ അടുക്കോ അതെന്തിന്? പരിചയമുള്ള അടുക്കല്ല. അതെന്തിന്? ഇതിനെന്നടാ നീ എന്തിനു വരുന്നു? അതിനാരും സ്വന്തം വൈഫിനെ പറഞ്ഞേക്കുവാ. ഇഷ്ടമല്ലാന്ന് പറഞ്ഞിട്ടില്ലേ അവളെ പണ്ടേ. അപ്പൊ അതുകൊണ്ട് അവനെന്താ നാട്ടോ? എന്തെങ്കിലും നാട്ടം ഉണ്ടാവുമായിരിക്കും. അതെന്ത് മനുഷ്യൻ? ഞാൻ നിന്റെ അടുത്ത് വരുന്ന പോലെ അതുപോലെയല്ലല്ലോ. അതുപോലെയല്ല. എന്നിട്ട് അവള് പോക്കുണ്ട്. വല്ലാണ്ട് ഉപദ്രവിക്കുന്നു പോയിട്ടില്ലെങ്കിൽ. എന്നിട്ട് അവളെന്നാ പറയുന്നത്? അവളിങ്ങനെ പറഞ്ഞ് കഴിയുന്നു. നിനക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ അവർക്ക്? ഞാൻ എന്ത് വഴി പറഞ്ഞു കൊടുക്കാനാ? എല്ലാ കരയാനുള്ള ഇഷ്ടംപോലെ സാധനം കിട്ടൂലേ? അതവർക്ക് ഇഷ്ടമല്ല. ഇപ്പൊ എന്താ വേണ്ടേ? എന്നിട്ട് നീ എന്തെങ്കിലും അവക്കൊരു സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കുക ഇതിനകത്ത് രക്ഷപ്പെടാൻ. സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കണമെങ്കിൽ അവള് ഞാൻ പറഞ്ഞു കൊടുത്ത സൊല്യൂഷനൊക്കെ എടുക്കുവോന്ന് നീ പറഞ്ഞാലേ അറിയൂ. അല്ല, ഓള് ഭയങ്കര സുന്ദരിയായ വ്യക്തിയല്ലേ, നമ്മളെ നല്ല മൈൻഡ് ചെയ്യോ പറഞ്ഞാലൊക്കെ? മനസ്സിലായി, എനിക്ക് മനസ്സിലായി കേട്ടാ. എന്ത് പഴയ പകയൊന്നുമല്ല. അല്ല, നീ ആടെ പോയിട്ട് എന്ന് പറയണ്ടേ ഓളുമായിട്ട് കണക്ഷൻ ആവുക? അയ്യേ, ഞാനെന്താ അത്ര ചീപ്പാ? അത് വിട്. അല്ല വിട്ടിട്ട് പോവോന്നൊരു സംശയമുണ്ട്. എന്റെ സുന്ദരിയോ ഇതെല്ലാം പറയുന്ന നാട്ടുകാര്. അത് ഞാൻ പറഞ്ഞല്ല, എനിക്ക് തന്നെ അറിയാം. നീ എന്നല്ലോ ഭയങ്കര സ്റ്റൈലല്ലേ? ഇപ്പൊ സ്റ്റൈലെല്ലാം ഉണ്ടാ? ടൈലെല്ലാം പോയി, ഞാൻ പറഞ്ഞിട്ടില്ല. പോയില്ല, നീ നേരത്തെ കണ്ടിട്ട്. പണ്ടത്തെ സ്റ്റൈലൊന്നും ഇല്ലടാ. എപ്പ വന്നേ? ഈ വൈകുന്നേരം കുറച്ചു നേരത്തെ. പിന്നെ ഇവിടെ പോകുന്നതിനും പ്രശ്നമില്ലല്ലോ, അങ്ങനെ വിട്ടതല്ലേ. അവനെന്നാ നിന്റെ അകത്ത് ലാഭമുള്ള നേരം അവനെ കൊണ്ട് ഇതൊന്നും പറ്റാത്തവനാ? പറ്റാഞ്ഞിട്ടായിരിക്കും അമ്മ അടിക്കാന്ന് എനിക്കറിയില്ല. അവനെന്നാ അവളെന്നാ പറഞ്ഞേ? ഇങ്ങനെ പല സ്ഥലത്തും പറഞ്ഞേക്കും അവന്റെ ഫ്രണ്ടും. അപ്പൊ അവനെന്നാ പൈസ വാങ്ങിക്കുന്നത്? അതെന്തെങ്കിലും അറിയോ? ഓരോ ഡീറ്റെയിൽസ് ഒന്നും തുറന്നു പറയുന്നില്ല ശരിക്കും. അതല്ലേ എന്നോട് ചോദിക്കാൻ വന്നു. അല്ല, ഞാൻ ചോദിച്ചോക്കെ. എങ്ങനെ ചോദിക്കുക? എന്താ ചോദിക്കുക? നീ പറഞ്ഞ എന്തെങ്കിലും വിഷയാവോ? ഇല്ല, ഞാൻ പറഞ്ഞു തന്നെ പറഞ്ഞാൽ മതി. നീ ഒരു കാര്യം ചെയ്യണം. നീ അവള് ചോദിക്കുവാ അവളായിട്ടെന്നാ ഇത്ര ഇത്? അല്ല, നീ തന്നെ പറഞ്ഞ് ഞാനിപ്പം ആരും പറയാണ്ട് പറഞ്ഞ ഇപ്പൊ അങ്ങനെ ചോദിക്കാൻ പറ്റുമോ? നീ ഒരു കാര്യം ഞാൻ വിളിക്കുമെന്ന് പറ. നീ പറഞ്ഞിട്ട് ഞാൻ എന്തെങ്കിലും നോക്കട്ടെ, ആലോചിച്ചിട്ട് നടത്താൻ പറ്റും. അവളെ നമ്പർ തരാനാ? എനിക്ക് നമ്പർ തരണ്ടെങ്കിൽ നീ ആദ്യം വിളിച്ച് പറയണ്ടേ? അതെ, നീ തന്നെ നമ്പർ. എന്നിട്ട് എന്നാ വേണ്ടെങ്കിൽ നീ പറ. എന്താ ചെയ്യണ്ട? സഹായിക്കുമെന്ന് ചോദിച്ചിട്ട് എന്നിട്ട് നീ എന്നാ ചെയ്യാ? എനിക്ക് നല്ലോട് അങ്ങനെയല്ല, നീ പോയിട്ട് വീണ് പോവാ. വീണ് പോയല്ലോ. ഞാനൊന്ന് ആലോചിച്ച് നോക്കട്ടെ, എന്തെങ്കിലും എന്താ ചെയ്ത് കൊടുക്കാൻ പറ്റുമോ? പിന്നെ വിട്. എനിക്ക് താല്പര്യം മാത്രമേ. നീ പറഞ്ഞോണ്ട് ഞാൻ പറഞ്ഞു. അങ്ങനെയല്ല, എനിക്കൊരു സംശയം കൊണ്ട് പിന്നെ ഒഴിവാക്കും, അത്രയോ. അതുകൊണ്ടേ ഞാൻ ആലോചിക്കട്ടെ. നീ ആലോചിച്ചിട്ട് പറ. ആലോചിച്ചിട്ട് പറഞ്ഞാ മതി. അപ്പൊ ഇത് പറ. എന്നാ നമുക്ക് രണ്ടാക്കും ഒരുമിച്ച് ഇരുന്നിട്ട് ആലോചിക്കാൻ. വൈകുന്നേരം അങ്ങോട്ട് വരാം രാത്രി. നമുക്ക് അവിടെ ഇരുന്നിട്ട് ആലോചിക്കാം എന്താ ചെയ്യാൻ പറ്റും. നിന്റെ അടുത്തൊക്കെ ഉണ്ടല്ലേ? ഇങ്ങനെ മോശം വിടാൻ പാടില്ലല്ലോ. എന്താ വേണ്ട എനിക്ക് ചെയ്ത് കൊടുക്കാം. സംസാരിക്കാറ്. അപ്പൊ ഡിസ്ചാർജ് ആകുന്നവരെ ഞാനിത് സഹിക്കണം അല്ലേ?
ചാർജ് കഴിഞ്ഞാലും സഹിക്കണ്ടേ? അത് വീട്ടിലല്ലേ, എവിടെയായാലും കേൾക്കുന്നില്ല കേട്ടാ. വീട്ടിലായാലും എവിടെയായാലും എന്താ കുഴപ്പം? നീ നിന്നതാ കേൾക്കാതെ ശരിക്കും ശബ്ദം നിനക്ക് വരുന്നതാ. നിനക്ക് എന്റെ കേൾക്കുന്നില്ല പറയുന്നത്. ഇപ്പം ക്ലിയർ ആയി. നീ ഫോൺ ദൂരെ പിടിച്ചിട്ടാണ്. അതേ അടുത്ത് പിടിക്കാൻ എന്നാലേ ആ, ഇങ്ങോട്ട് കേൾക്കുള്ളൂ. വീട്ടിലായാലേ ആ ഞാനിനി കുറച്ച് ദിവസം ആടി ഉണ്ടാവും. ആ അപ്പൊ അങ്ങ് പോയാ എന്ത് ചെയ്യും? അതുപോലെ ഞാൻ അങ്ങ് വരും എന്ന് പറഞ്ഞില്ലേ. എടാ സാധാരണ അവിടെ ഞാൻ വരുത്ത്. അങ്ങനെയല്ല, എന്റെ വീട്ടിലല്ല, അങ്ങ് പോയാല് അതന്നെ 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 ഞാൻ വരുത്ത്. ആടെ വരാൻ പറ്റില്ല മുന്നേ അധികേരി. നീ അധികം എന്നെ ആർത്തനല്ലേ വിളിക്കല്? ഞാൻ പറഞ്ഞിട്ടല്ലേ അവിടെ മറ്റേ കാണുന്നൊരു പെണ്ണുങ്ങളുണ്ട്. അപ്പൊ ഇന്ന് വരണ്ട, എന്നിട്ട് കാര്യം പറ, ശരിക്കും പറ. എന്നാ പിന്നെ നീ വരുന്നുണ്ട് വാ. ഇപ്പൊ ഞാൻ അപ്പൊ ഓക്കെ, അങ്ങനെ ആയിരിക്കണം കേട്ടോ. അതും നമുക്ക് സിസ്റ്റർമാരുടെ മുമ്പോട്ടൊന്നും വരുന്നത് കേട്ടാ. ഞാൻ പറഞ്ഞില്ല, ഞാൻ വരുന്നത് ആരും കണ്ടിട്ടില്ല. നീ പോന്നതോ? ഓനെ അന്ന് കണ്ടേ ഉള്ളൂ, പിന്നെ കണ്ടിട്ടൊന്നുമില്ല. പിന്നെ കണ്ടിട്ടില്ല. ഇല്ലാന്ന് അങ്ങനെ സിസ്റ്റർ തന്നെ റിട്ടേൺ ചെയ്തില്ലേ. സിസ്റ്റർ കാണാനങ്ങനെ എന്തിനാ സിസ്റ്റർമാർ കാണുന്നുണ്ട്. വാദം വേണ്ടാക്ക പണിയാ. ഒരു കാര്യം ചെയ്യാം, ഞാന് പണി വേഗം തീർത്തിട്ട് നമുക്ക് ബാക്കി രാത്രി സംസാരിക്കാം. ഓക്കെ? അപ്പൊ ഓക്കെ, റെഡിയാ?